നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ മുതലായ വാഹനങ്ങളുടെ വാടക ഒക്ടോബർ 1 മുതൽ വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ. 10% മുതൽ 20% വരെയാണ് വർധനവുണ്ടാവുക. നിർമ്മാണ മേഖലയിൽ എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ മുതലായ വാഹനങ്ങൾ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന നിരക്കിൽ തന്നെയാണ് വാഹനങ്ങൾ ഇന്നും ഓടുന്നത്. എന്നാൽ വാഹനങ്ങളുടെ വിലയും മറ്റ് അനുബന്ധ സാമഗ്രികളുടെ വിലയും, സ്പെയർ പാർട്സ്, ടയർ, ഡീസൽ എന്നിവയുടെ വിലയും തൊഴിലാളികളുടെ വേതനവും 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ മുതലായ വാഹനങ്ങളുടെ വാടക ഒക്ടോബർ 1 മുതൽ 10% മുതൽ 20% വരെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുന്നോടിയായി സെപ്റ്റംബർ 30 കോഴിക്കോട് ജില്ലയിൽ പണിമുടക്ക് നടത്തുമെന്നും കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ ലോഡറുകൾ, ക്രെയിൻ, ടിപ്പർ മുതലായ മെഷീനറി ഉടമകളുടെ സംഘടനയാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. ഒക്ടോബർ 1 മുതൽ വാടക വർധനവ് നടപ്പിലാക്കാൻ പോവുകയാണ് സംഘടന. മറ്റൊന്നുകൊണ്ടല്ല, കഴിഞ്ഞ 30 വർഷമായി നിലവിലുള്ള വാടകയായിട്ടാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധന മൂലവും അതിനൂതനമായ ടെക്നോളജിയിൽ വാഹനങ്ങളിൽ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം മാറ്റങ്ങൾ വരുത്തിയത് മൂലം കമ്പനികളെല്ലാം 10 മടങ്ങ് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ധനവില, തൊഴിലാളികളുടെ വേതനം, റോഡ് നികുതി, മറ്റു അനേകം ഈ മേഖലയുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ വാടക വർധനവുമായി മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കൂടാതെ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും ഓടുന്നതിലെ സമയനിയന്ത്രണവും ഈ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന വൻകിട പ്രവർത്തനങ്ങളിൽ 50% പ്രവൃത്തി തങ്ങൾക്ക് തരണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ വർക്കുകളിൽ ഇപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ പ്രാദേശികമായ ഒരു 50% ഈ മേഖലയിലുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മുടെ റോഡ് നികുതികളെല്ലാം അടച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 50% വാഹനങ്ങൾ പ്രാദേശികമായി ആ വർക്കിലേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മുക്കം.